നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് സീക്വൻഷ്യൽ ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ ലിസ്റ്റ് ടപ്പിൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്കൊരു ഓപ്പറേഷൻ ചെയ്യണം, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്യണം. പക്ഷേ ഒരു സിംഗിൾ ലൈനിൽ നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സോ ഇവിടെ എനിക്ക് a = 1 2 3 എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഓഫ് സ്ട്രിങ്സ് ആണുള്ളത്. സോ ഇതിലെല്ലാത്തിനെയും എനിക്ക് ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്ത് ഒരു സിംഗിൾ ലിസ്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാം. സോ മാപ്പ് ഫംഗ്ഷനിൽ ഞാൻ ആദ്യമായിട്ട് കൊടുക്കേണ്ട ആർഗ്യുമെൻറ്റ് എനിക്ക് ഏത് ഫംഗ്ഷനാണോ ഈ ഓരോ വാല്യൂയിലും അപ്ലൈ ചെയ്യേണ്ടത് ആ ഫംഗ്ഷൻ്റെ പേര് കൊടുക്കുക. ദെൻ കോമ ഇട്ടതിന് ശേഷം എൻ്റെ സീക്വൻസ് ഒബ്ജക്റ്റ്, എൻ്റെ ലിസ്റ്റ് ഞാൻ പറഞ്ഞു കൊടുക്കുക. സോ ഇങ്ങനെ വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു മാപ്പ് ഒബ്ജക്റ്റ് ആയിട്ടാണ് തിരിച്ച് കിട്ടുന്നത്. അതിനെ തിരിച്ച് ലിസ്റ്റ് തന്നെ ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് ഐ ക്യാൻ ഗീവ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ അകത്തോട്ട് തന്നെ കൊടുക്കാം. സോ ഇത് മൊത്തത്തിൽ ലിസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത് തിരിച്ച് തരും. ഇനി ഇതിന് പകരം എനിക്കതിനെ ഫ്ലോട്ട് ആക്കണമെന്നുണ്ടാവും എന്നുണ്ടെങ്കിൽ ഫ്ലോട്ട് ഫംഗ്ഷൻ വിളിക്കാം. സോ ഇതെല്ലാത്തിനെയും ഫ്ലോട്ടായിട്ടായിരിക്കും അത് തിരിച്ച് തരുന്നത്. സോ ഇത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് മാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. നമുക്ക് ഇതുപോലെ ലിസ്റ്റിലോട്ടൊക്കെ ഓരോ എലമെൻറ്റിലും നമുക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനാലിറ്റി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ഒരു അനദർ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഷോർട്ട് കട്ടാണ്. ഇതുപോലെ തന്നെ നമുക്ക് ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഉണ്ട്. ആ ലിസ്റ്റ് ഓഫ് വാല്യൂസിൽ ഓരോ എലമെൻറ്റിനെയും നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ അപ്ലൈ ചെയ്യാം. ഇവിടെ എനിക്ക് എയിൽ 1 2 3 എന്ന് പറയുന്ന നമ്പേഴ്സ് ഉണ്ട്. എനിക്ക് എല്ലാത്തിൻ്റെയും ഓരോ ഇൻഡിവിജ്വൽ എലമെൻറ്റ്സിൻ്റെയും സ്ക്വയർ എടുക്കണം. എന്നിട്ട് ഈ പറയുന്ന ബി എന്ന് പറയുന്ന ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എഴുതേണ്ടത് b = എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം അതിൻ്റെ അകത്ത് x² 4x in a എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അപ്പോൾ 4x in a കൊടുക്കുന്നതുകൊണ്ട് തന്നെ x ആദ്യം 1 ആയിരിക്കും, പിന്നെ 2 ആയിരിക്കും, പിന്നെ 3 ആയിരിക്കും. സോ ഇവിടെ ഞാൻ കൊടുക്കുന്നത് വെറുതെ x എന്നല്ല, x സ്ക്വയർ എന്നാണ് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഓരോ വാല്യൂസും സ്ക്വയർഡ് ആയിട്ട് ബിയിൽ ആ പൊസിഷനിൽ റീപ്ലേസ് ആവുകയാണ് ചെയ്യുന്നത്. സപ്പോസ് ഞാനിവിടെ x² കൊടുക്കുന്നതിന് പകരം ഇതിനെ സ്ട്രിങ് ആക്കി മാറ്റണമെങ്കിൽ എനിക്കിങ്ങനെ ആക്കാം. സോ str(x) എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ b ആയിട്ട് എനിക്ക് കിട്ടുന്ന 1 2 3 എന്ന് പറയുന്ന സ്ട്രിങ് ആയിരിക്കും തിരിച്ച് കിട്ടുന്നത്. അതുപോലെ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നമ്മൾ രണ്ട് സ്ട്രിങ്സിനെ തമ്മിൽ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രിങ് കൺകാറ്റിനേഷൻ ആയിരിക്കും നടക്കുന്നത്. അതുപോലെ തന്നെ ഒരു സ്ട്രിങ്ങിനെ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രിങ് റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അതുപോലെ വേറൊരു ഫംഗ്ഷനാണ് സ്ട്രിങ്ങിനെ അപ്പർ കേസ് ആക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഒരു സ്ട്രിങ് ഉണ്ടെങ്കിൽ ആ സ്ട്രിങ് ഡോട്ട് അപ്പർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പർ കേസ് ലെറ്റേഴ്സ് കൺവേർട്ട് ചെയ്ത് നമുക്കത് തിരിച്ച് റിട്ടേൺ തരും. ബട്ട് സ്റ്റിൽ ഒറിജിനൽ സ്ട്രിങ് അൺടച്ച്ഡ് ആണ്, അത് അതുപോലെ തന്നെ നിൽക്കും. റിട്ടേൺ വരുന്ന വാല്യൂ ആണ് അപ്പർ കേസിൽ നമുക്ക് തിരിച്ച് കിട്ടുന്നത്. അതുപോലെ മറ്റ് രണ്ട് ഹെൽപ്ഫുൾ ഫംഗ്ഷനാണ് dir ആൻഡ് ഹെൽപ്പ് എന്ന് പറയുന്നത്. dir എന്ന ഫംഗ്ഷൻ നമുക്ക് ഒരു ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഒരു ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, എന്തൊക്കെ ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട് എന്നുള്ളൊരു ലിസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ ഡോക്യുമെൻറ്റേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷൻസ്, എന്തൊക്കെയാണ് അതിൻ്റെ ആട്രിബ്യൂട്ട്സ്, എന്താണ് എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു വലിയ ഡോക്യുമെൻറ്റേഷൻ നമുക്ക് നമ്മുടെ എഡിറ്ററിൽ തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒരു ലിസ്റ്റിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് കൗണ്ട് ചെയ്യാൻ, ഇപ്പം എനിക്ക് മെസ്സേജ് എന്ന് പറയുന്ന ലിസ്റ്റിൻ്റെ അകത്ത് സ്ട്രിങ്ങിൻ്റെ അകത്ത് ഈ ഒരു സ്ട്രിങ് ആണുള്ളത്, വെൽക്കം എന്ന് പറയുന്ന സ്ട്രിങ് ആണുള്ളത്. ഇതിൽ ഓരോ ക്യാരക്ടറും എന്ന് പറയുന്ന ക്യാരക്ടർ എത്ര തവണ വന്നു എന്നറിയാനായിട്ട് എനിക്ക് ഡോട്ട് കൗണ്ട് കൊടുക്കാം. സോ ഇതിൽ 2 ടൈംസ് ആണ് വന്നിട്ടുള്ളത്, 2 തവണ വന്നിട്ടുള്ളത് കൊണ്ട് എനിക്ക് അതിൻ്റെ ഔട്ട്പുട്ട് 2 എന്നായിരിക്കും കിട്ടുന്നത്. ദെൻ വേറെ ഒരു ക്വിക്ക് ടിപ്പാണ്, നമുക്ക് കുറേ ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഉണ്ടെങ്കിൽ അതിൽ യൂണീക്ക് ആയിട്ടുള്ള എലമെൻറ്റ്സിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അതിൽ സെറ്റ് അപ്ലൈ ചെയ്യാം. സോ സെറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം ഓരോ തവണ മാത്രമേ വരുള്ളൂ. വീണ്ടും തിരിച്ച് ബാക്ക് ടു ലിസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ഓഫ് ഐറ്റംസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. സോ ഇതിൽ ഞാൻ റെഡ് ഗ്രീൻ ബ്ലൂ യെല്ലോ അത്രയാണുള്ളത്. സോ സെറ്റ് വിളിച്ചതിന് ശേഷം തിരിച്ച് ലിസ്റ്റാക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ യൂണീക്ക് ആയിട്ടുള്ള എലമെൻറ്റ്സിൻ്റെ ലിസ്റ്റാണ് തിരിച്ച് കിട്ടുന്നത്. ഓക്കെ, സോ ഇതെല്ലാം പൈത്തണിലെ കുറച്ച് ക്വിക്കായിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് പറഞ്ഞത്. സോ നിങ്ങൾ കോഡ് ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക.